75N നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അറേഞ്ച്മെന്റ് ഇൻ പോളിംഗ് സ്റ്റേഷൻ. എന്തൊക്കെ അറേഞ്ച്മെന്റ് ആണ് പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാവേണ്ടത് നോക്കിക്കേ. The details of voters to exercise their votes in the polling booth shall be displayed in front of the polling booth. പോളിംഗ് ബൂത്തിന് മുൻവശം എന്ത് ചെയ്യണം? വോട്ട് ചെയ്യാൻ അർഹതയുള്ള ആ മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്തിരിക്കണം. ഓക്കെ, വോട്ട് ചെയ്യാൻ അർഹതയുള്ള മെമ്പേഴ്സിന്റെ ലിസ്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം പോളിംഗ് ബൂത്തിൽ. 2, the list of the contesting candidate in the ballot paper will be affixed in front of the polling station. ബാലറ്റ് പേപ്പറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ കാൻഡിഡേറ്റിന്റെ ലിസ്റ്റും അവിടെ ഒട്ടിച്ചിട്ടുണ്ടാവണം. ബാലറ്റ് ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ബാലറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കാൻഡിഡേറ്റിന്റെ ലിസ്റ്റും അവിടെ പോളിംഗ് ബൂത്തിൽ ഒട്ടിച്ചിട്ടുണ്ടാവണം. Then അടുത്തത്, 2 or more voting compartments to the voters for marking the ballot paper may be arranged in each polling booth. നമുക്കറിയാം, തിരക്കൊക്കെ ഉണ്ടെങ്കിൽ, കൂടുതൽ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സൗകര്യപൂർണമായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 അതിലധികമോ വോട്ടിംഗ് കമ്പാർട്ട്മെന്റുകൾ തയ്യാറാക്കിയിട്ടുണ്ടാവണം. അതായത് കൂടുതൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ 2 അതിലധികമോ വോട്ടിംഗ് കമ്പാർട്ട്മെന്റുകൾ തയ്യാറാക്കിയാൽ നല്ലതായിരിക്കും. അപ്പൊ കൺവീനിയന്റ് ആയിട്ട് എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാം. ഓക്കെ, സീൽ ഫോർ മാർക്കിംഗ് ദ ബാലറ്റ് പേപ്പർ മേ ബി പ്രൊവൈഡഡ് ഇൻ ദ പോളിംഗ് ബൂത്ത്. ബാലറ്റ് പേപ്പറിൽ സീൽ ഉണ്ടാവണം, അതിനുള്ള അറേഞ്ച്മെന്റ് അവിടെ ഉണ്ടാവണം. അപ്പം സംഘത്തിന്റെ സീൽ ഇല്ലാതെ എന്ത് കൊടുക്കാൻ പാടില്ല? ബാലറ്റ് പേപ്പർ കൊടുക്കാൻ പാടില്ല. എ കാൻഡിഡേറ്റ് കണ്ടസ്റ്റിംഗ് ദി ഇലക്ഷൻ മേ by a letter to the returning officer appoint an agent to represent him at every booth where polling is held. അതായത് ഒരു മത്സരാർത്ഥി രേഖാമൂലം റിട്ടേണിംഗ് ഓഫീസറോട് ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഒരു ഏജന്റിനെ പോളിംഗ് ബൂത്തിൽ വെക്കാവുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാ? ടു ഐഡന്റിഫൈ ദ വോട്ടേഴ്സ് ആൻഡ് ടു വാച്ച് ദ റെക്കോർഡിംഗ് ഓഫ് വോട്ട്സ്. വോട്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും ആ വോട്ടിങ്ങിൽ എടുക്കുന്ന അല്ലെങ്കിൽ വോട്ടിങ്ങിൽ പിന്തുടരുന്ന നടപടിക്രമങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൻഡിഡേറ്റിനെ ഏജന്റ് എന്ത് ചെയ്യാം? അപ്പോയിന്റ് ചെയ്യാം. അതിന് കാൻഡിഡേറ്റ് രേഖാമൂലം ആരോട് ആവശ്യപ്പെടണം? ഈ പറഞ്ഞ റിട്ടേണിംഗ് ഓഫീസറോട് ആവശ്യപ്പെടണം. Such letter shall contain the consent in writing of the agent concerned. ആ ലെറ്ററിൽ ഏജന്റ് ആയിട്ട് നിൽക്കാൻ അല്ലെ ഏജന്റ് ആയിട്ട് പോളിംഗ് ബൂത്തിൽ വരാൻ ഇരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഏജന്റിന്റെ സമ്മതവും കൂടി അതിനോടുകൂടി ഉണ്ടാവണം. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നുണ്ട്, canvassing of vote by any person at the place where election is to be conducted shall be prohibited. ഒരു കാരണവശാലും ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് വോട്ട് ക്യാൻവാസിംഗ് അനുവദിക്കാൻ പാടില്ല, അനുവദനീയമല്ല. അതായത് ഏതെങ്കിലും സ്ഥാനാർത്ഥി തനിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ല. എവിടെയാണ്? ഇലക്ഷൻ നടക്കുന്ന ആ സ്ഥലത്ത്. Then immediately before the commencement of the poll, the polling officers shall show the empty ballot box to the candidate or his agent as may be present at the time, and shall then lock it up and affix his seal in such a manner so as to prevent it being opened without breaking the seal. The candidates or his agent may also affix his own seal decides എന്നാണ്. ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് പോളിംഗ് ഓഫീസർ എന്ത് ചെയ്യണം? എംപ്റ്റി ആയിട്ടുള്ള ബാലറ്റ് ബോക്സ്, അതായത് ബാലറ്റ് ബോക്സിൽ ഒന്നും തന്നെ ഇല്ല എന്ന് കാൻഡിഡേറ്റിനെയോ അദ്ദേഹത്തിന്റെ ഏജന്റിനെയോ എന്ത് ചെയ്യാം? കാണിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ബാലറ്റ് ബോക്സ് ലോക്ക് ചെയ്യണം. ദെൻ അദ്ദേഹത്തിന്റെ സീല് ആ ലോക്കിൽ അഫിക്സ് ചെയ്യണം. അതിന്റെ ഉദ്ദേശം എന്താണ്? ഈ സീല് ബ്രേക്ക് ചെയ്യാതെ ആ ബാലറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ കാൻഡിഡേറ്റിനോ അദ്ദേഹത്തിന്റെ ഏജന്റിനോ ഈ പറഞ്ഞ പോലെ സീലിൽ ഇവരുടെ ഈ പറഞ്ഞ പോലെ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ സീല് അഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സീല് അഫിക്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഇവർക്ക് നൽകും. അപ്പൊ എപ്പോഴും എംപ്റ്റി ബാലറ്റ് ബോക്സ് ഈ പറഞ്ഞ പോലെ കാണിച്ചിട്ട് വേണം അത് എന്ത് ചെയ്യാൻ? ലോക്ക് ചെയ്യാൻ. ദെൻ അടുത്തത്, every member who desires to exercise his right of vote shall, subject to the provision of clause 9,
be supplied with a uniform ballot paper containing the name of contesting candidate arranged in the alphabetical order, either printed, typewritten or cyclostyled according to the convenience on the ballot paper. ഏതൊരു മെമ്പർക്കാണോ വോട്ട് ചെയ്യാൻ ആവശ്യമുള്ളത് അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ഒരു യൂണിഫോം ആയിട്ടുള്ള ബാലറ്റ് പേപ്പർ കൊടുക്കും. ആ ബാലറ്റ് പേപ്പറിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് ആ ഓർഡർ നമ്മൾ പറഞ്ഞു, ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നെങ്കിൽ അത് പ്രിന്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ടൈപ്പ് റിട്ടൺ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലായിരിക്കും അത് അവരുടെ പേരും മറ്റു കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ദ ബാലറ്റ് പേപ്പർ ഷാൾ ബി സീരിയലി നമ്പേർഡ്. ബാലറ്റ് പേപ്പർ എങ്ങനെയായിരിക്കണം? സീരിയലി നമ്പേർഡ് ആയിരിക്കണം. ആൻഡ് ഷാൾ ഓൾസോ ബെയർ ദ സീൽ ഓഫ് ദ സൊസൈറ്റി. ഇത് കൂടാതെ സംഘത്തിന്റെ സീലും ഉണ്ടാവണം. ആൻഡ് ഓൾസോ ദ സിഗ്നേച്ചർ ഓഫ് ദ റിട്ടേണിംഗ് ഓഫീസർ. റിട്ടേണിംഗ് ഓഫീസറിന്റെ സിഗ്നേച്ചറും ഉണ്ടാവും. ആൻഡ് ഫർദർ കണ്ടെയ്നിങ് എ കോളം ഫോർ ദ വോട്ടർ ടു ഇൻസ്ക്രൈബ് എ മാർക്ക് against the names of the person to whom he wants to vote. ഇത് കൂടാതെ മെമ്പർ ആർക്കാണ് വോട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ആ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു കോളം കൂടി ഈ പറഞ്ഞ പോലെ ബാലറ്റ് പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ബാലറ്റ് പേപ്പർ സീരിയൽ നമ്പേർഡ് ആയിരിക്കണം, അതുപോലെ തന്നെ അതില് സംഘത്തിന്റെ സീൽ ഉണ്ടാവണം, റിട്ടേണിംഗ് ഓഫീസറിന്റെ ഇനീഷ്യലും ഉണ്ടാവണം. അടുത്തത്, no ballot paper shall be issued to a member unless he produces his identity card and any one of the documents mentioned in the explanation, and the polling officer is satisfied that the member concerned is the same person as noted in the voters list furnished to him. എന്താണ്? ID കാർഡ് പ്രൊഡ്യൂസ് ചെയ്യാതെ ഒരു മെമ്പർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ബാലറ്റ് പേപ്പർ കൊടുക്കാൻ പാടില്ല. ID കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും സംഘത്തിന്റെ ID കാർഡ് ഉണ്ടാവണം. ഇത് കൂടാതെ ആധാർ കാർഡോ പാൻ കാർഡോ ഫോട്ടോ പതിപ്പിച്ച ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള മറ്റ് ID കാർഡുകളും സ്വീകരിക്കും. പക്ഷെ നിർബന്ധമായിട്ടും നമ്മുടെ ഫോം നമ്പർ 6A ID കാർഡ് ഉണ്ടാവണം. ദെൻ ആ ID കാർഡിലെ ആളും വോട്ടേഴ്സ് ലിസ്റ്റിലെ ആളും ഒന്നാണെന്ന് ബോധ്യപ്പെടേണ്ടതുമാണ്. When a ballot paper is issued, the serial number of the ballot paper will be noted against the name of the member in the voters list. ഒരു ബാലറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന്റെ സീരിയൽ നമ്പർ ആ കൺസേൺഡ് മെമ്പറിന്റെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആ കൺസേൺഡ് മെമ്പറിന്റെ പേരിന് നേരെ ആ ബാലറ്റ് പേപ്പറിന്റെ സീരിയൽ നമ്പർ നോട്ട് ചെയ്യും. ഓക്കെ, ഓൺ റെസിപ്റ്റ് ഓഫ് സച്ച് ബാലറ്റ് പേപ്പർ ദ മെമ്പർ ഷാൽ പ്രൊസീഡ് ടു ദ പോളിംഗ് കമ്പാർട്ട്മെന്റ്. ബാലറ്റ് പേപ്പർ കിട്ടിയാൽ മെമ്പർക്ക് എന്ത് ചെയ്യാം? പോളിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് പോകാം. And indicate the person or persons in whose favor he exercised his vote. Then അദ്ദേഹത്തിന്റെ ഇൻഡു മാർക്ക് ഇട്ടുകൊണ്ട് അദ്ദേഹം ആർക്ക് അനുകൂലമായിട്ടാണോ വോട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്താം. ദെൻ അത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വോട്ട് രേഖപ്പെടുത്താം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ബാലറ്റ് പേപ്പർ ബാലറ്റ് ബോക്സിൽ ഇടണം. ഇത് ചെയ്യേണ്ടത് ഓൾമോസ്റ്റ് സീക്രസി ആണ്. വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി വേണം എന്ത് ചെയ്യാൻ, ഇത് ചെയ്യാൻ. If owing to the blindness, important ആണ്, if owing to the blindness or other physical infirmity or illiteracy, a member is unable to inscribe the mark on the ballot paper. അതായത് കാഴ്ചശക്തി ഇല്ലാത്തത് കൊണ്ടോ അക്ഷരാഭ്യാസം ഇല്ലാത്തത് കൊണ്ടോ ഒരു മെമ്പർക്ക് തന്റെ വോട്ട് ബാലറ്റ് പേപ്പറിൽ മാർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ the polling officer or the returning officer, polling ഓഫീസർക്കോ അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർക്കോ ഷാൾ അലോ ദ കമ്പാനിയൻ ഓഫ് ദ വോട്ടർ ടു എക്സസൈസ് ഹിസ് വോട്ട് ആസ് ഇൻസ്ട്രക്റ്റഡ് ബൈ ദ വോട്ടർ. ഒരു കമ്പാനിയനെ അനുവദിക്കാം. ബ്ലൈൻഡ്നെസ് കൊണ്ടോ ഫിസിക്കൽ ഇൻഫോർമിറ്റി കൊണ്ടോ ഇല്ലിറ്ററസി കൊണ്ടോ ഒരു മെമ്പർക്ക് തന്റെ വോട്ട് വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് പോളിംഗ് ഓഫീസറോ അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസറോ അനുവദിച്ചാൽ ഒരു കമ്പാനിയനെ കൊണ്ടുപോകാം. ആ കമ്പാനിയൻ ഈ മെമ്പർ അല്ലെങ്കിൽ ആ വോട്ടർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വോട്ട് രേഖപ്പെടുത്താം. ഓക്കെ, ബിഫോർ അലോയിങ് ദ കമ്പാനിയൻ ടു വോട്ട് ഓൺ ബിഹാഫ് ഓഫ് ദ വോട്ടർ, വോട്ടർക്ക് പകരമായിട്ട് കമ്പാനിയനെ അനുവദിക്കുന്നതിന് മുമ്പ്
the presiding officer should get a declaration from the companion in form number 38. Important ആണ്. ഫോം നമ്പർ 38 കമ്പാനിയന്റെ ആണ് കേട്ടോ. ഫോം നമ്പർ 38 കമ്പാനിയൻ ആണ്. കമ്പാനിയനെ അനുവദിക്കുന്ന ഫോം ആണ് ഫോം നമ്പർ 38. പ്രിസൈഡിംഗ് ഓഫീസർ ഫോം നമ്പർ 38 കമ്പാനിയനെ അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഫോം ഫില്ല് ചെയ്ത് വാങ്ങിയിരിക്കണം. ഓക്കെ, ആടയിൽ നിന്ന് ഫ്രം ദ കമ്പാനിയിൽ നിന്നും ആ ഡിക്ലറേഷൻ വാങ്ങിയിരിക്കണം. ഫോം നമ്പർ 38 വാങ്ങിയിരിക്കണം. ഇനി നമ്മൾ നേരത്തെ ID കാർഡ് ഫോം നമ്പർ 6A കൂടാതെ ഏതൊക്കെ ID കാർഡ് വരാം? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്ത ID കാർഡ് വരാം, യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ ആധാർ കാർഡ് വരാം, റേഷൻ കാർഡ് വരാം, ഡ്രൈവിംഗ് ലൈസൻസ് വരാം, ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ ദ എംപ്ലോയർ വരാം, പാൻ കാർഡ് വരാം, എനി അതർ ഐഡന്റിറ്റി കാർഡ് നോട്ടിഫൈഡ് ബൈ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ഇത് കൂടാതെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഏതൊരു ID കാർഡും സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, അതാണ് ID കാർഡ് എന്ന് പറയുന്നത്. 6Aയിലുള്ള ID കാർഡ് കൂടാതെയുള്ള ഈ ID കാർഡും സ്വീകരിക്കാവുന്നതാണ്. ദെൻ അടുത്തത് 10 പറയുന്നുണ്ട്, if at any stage of the polling the proceedings are interrupted or obstructed by any riot or affray, or if at such election it is not possible to take the poll for any sufficient cause, the returning officer shall have power to stop the polling, recording his reason for such an action in the minutes book of the society, and the fact may be reported to the election officer. ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അതായത് റൈറ്റ് കൊണ്ടോ ലഹള കൊണ്ടോ അല്ലെങ്കിൽ മറ്റു വഴക്ക് കൊണ്ടോ ഇലക്ഷൻ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്ന് റിട്ടേണിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ സംഘത്തിന്റെ മിനിറ്റ്സ് ബുക്കിൽ അതിന്റെ റീസൺ റെക്കോർഡ് ചെയ്തതിനു ശേഷം ഇലക്ഷൻ നടപടികൾ ആർക്ക് നിർത്തിവെക്കാം? റിട്ടേണിംഗ് ഓഫീസർക്ക് നിർത്തിവെക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ നിർത്തിവെക്കുന്നതിന് മുമ്പായിട്ട് ഈ കാര്യം ആരെ അറിയിക്കണം? ഇലക്ടറൽ ഓഫീസറെയും കൂടി അറിയിക്കേണ്ടതാണ്. അപ്പം വോട്ടിംഗ് നിർത്തിവെക്കാനുള്ള അധികാരം ആർക്കുണ്ട്? റിട്ടേണിംഗ് ഓഫീസർക്കുണ്ട്. അപ്പൊ ആ ഒരു കാര്യം എന്ത് ചെയ്യണം? ഇലക്ടറൽ ഓഫീസറെയും കൂടി ഇൻഫോം ചെയ്യേണ്ടതാണ്. റൈറ്റ് കൊണ്ടോ വഴക്ക് കൊണ്ടോ ഈ ഇലക്ഷൻ നടപടികൾ നിർത്തിവെക്കാവുന്നതാണ് എന്നുള്ള ഒരു പ്രൊവിഷൻ കൂടിയുണ്ട്. പറയുന്നുണ്ട്, പ്രൊവൈഡഡ് ദാറ്റ് the returning officer not able to record the reasons in the minutes book, he shall report the facts together with the reason thereto to the electoral officer concerned and cooperative election commission forthwith. അതായത് സംഘത്തിന്റെ മിനിറ്റ്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു അവസരം അപ്പോഴില്ല എങ്കിൽ അതിന്റെ കാരണസഹിതം ഇലക്ടറൽ ഓഫീസറെയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെയും ആരറിയിക്കേണ്ടതാണ്? റിട്ടേണിംഗ് ഓഫീസർ അറിയിക്കേണ്ടതാണ്. Then അടുത്തത്, no voter shall be admitted after the hours fixed for poll. പോളിംഗ് സമയം കഴിഞ്ഞാൽ ഒരു വോട്ടറെയും അനുവദിക്കുന്നതല്ല. But a voter who enters the premises where ballot papers are being issued before the close of the polling hour shall be issued the ballot paper and allowed to vote. എന്നാൽ ഈ ലാസ്റ്റ് അവറിനുള്ളിൽ ഈ വോട്ട് ചെയ്യുന്ന പ്രമിസസിൽ ഒരു വോട്ടർ ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യാം? വോട്ടിങ്ങിന് വേണ്ടിയിട്ട് അനുവദിക്കാവുന്നതാണ്. ബാലറ്റ് പേപ്പർ കൊടുക്കാം, വോട്ടിങ്ങിന് അനുവദിക്കാം. അവിടെ ആ ഒരു പ്രമിസിൽ ഉണ്ടാവണം. അതായത് ആ ബാലറ്റ് എന്താ പറയാ ക്യൂവിലൊക്കെ നിൽക്കുവാണ്. അപ്പൊ 5 മണി കഴിഞ്ഞു അല്ലെ 6 മണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അയാൾ ബാക്കിയുള്ളവർക്ക് ക്യൂ നിൽക്കുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ വോട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു പ്രമിസസിൽ ഉള്ളവരെ വോട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? അനുവദിക്കണം. ഓക്കെ, അല്ലാതെ സമയം കഴിഞ്ഞ് വരുന്നവരെ എന്ത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് പൊതുവെ ഇപ്പൊ വോട്ട് ഇലക്ഷൻ ഒക്കെ നടക്കുന്നത് എന്താ പറയുക സ്കൂളിലൊക്കെ ആണെങ്കിൽ അവിടെ ആ ഒരു സമയത്തിനുള്ളിൽ എന്ത് ചെയ്യും? ആ റൂമൊക്കെ ലോക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതിനുള്ളിൽ നിൽക്കുന്ന ആൾക്കാരെ വോട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? അനുവദിക്കും 6 മണി കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ അടുത്തത്, the counting of votes shall take place immediately after the close of the poll if possible. പറ്റുമെങ്കിലേ പോളിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? കൗണ്ടിങ് നടക്കും. If this is not possible, the ballot box shall be sealed with the seal of the returning officer and the contesting candidate or their agent if they so desire, and be kept by the returning officer under his safe custody. Okay, അന്ന് തന്നെ കൗണ്ടിങ് പോസിബിൾ അല്ല എങ്കിൽ ബാലറ്റ് ബോക്സ് സീൽ ചെയ്ത്, ഇനി കാൻഡിഡേറ്റിനോ അദ്ദേഹത്തിന്റെ ഏജന്റിനോ ഒക്കെ സീൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് അത് ആരുടെ കസ്റ്റഡിയിൽ വെക്കും? റിട്ടേണിംഗ് ഓഫീസറിന്റെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കും. ഓക്കെ, അണ്ടർ ഇന്റിമേഷൻ ടു ദ ഇലക്ടറൽ ഓഫീസർ. ആരെയും കൂടി അറിയിക്കും? ഇലക്ടറൽ ഓഫീസറെയും കൂടി അറിയിച്ചിട്ട് റിട്ടേണിംഗ് ഓഫീസർ ഇത് തന്റെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കും.
The returning officer shall then announce and also intimate in writing to the candidate or their agent the time and place at which counting shall commence. അതിനുശേഷം ഏത് ഡേറ്റില് ഏത് ടൈമിലാണ് കൗണ്ടിങ് നടക്കുന്നത് എന്ന കാര്യം റിട്ടേണിംഗ് ഓഫീസർ കാൻഡിഡേറ്റിനെയും അദ്ദേഹത്തിന്റെ ഏജന്റിനെയും എന്ത് ചെയ്യും, അറിയിക്കും. Vote shall be counted by or under the supervision of returning officer. വോട്ട് കൗണ്ട് ചെയ്യുന്നത് റിട്ടേണിംഗ് ഓഫീസറോ അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസറിന്റെ മേൽനോട്ടത്തിലോ ആയിരിക്കും. Each candidate and his authorized agent shall have a right to be present at the time of counting. ഓരോ കാൻഡിഡേറ്റിനോ അദ്ദേഹത്തിന്റെ ഏജന്റിനോ കൗണ്ടിംഗ് നടക്കുന്ന വേളയിൽ പങ്കെടുക്കാം. But the absence of any candidate or his agent at the time of counting shall not vitiate counting or announcement of result by the returning officer. ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റോ അദ്ദേഹത്തിന്റെ ഏജന്റിനോ കൗണ്ടിംഗ് സമയത്ത് പങ്കെടുക്കാൻ സാധിച്ചില്ല എന്ന് കരുതി വോട്ടെണ്ണലിനെയോ അതിന്റെ റിസൾട്ട് പബ്ലിഷിങ്ങിനെയോ അത് ബാധിക്കുന്നില്ല. The number of votes secured by each candidate and the result of the election shall be announced by the returning officer as soon as the counting is over. കൗണ്ടിംഗ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഓരോ കാൻഡിഡേറ്റിന് കിട്ടിയ വോട്ടും അത് ആ റിസൾട്ടിന്റെ ആ ഇലക്ഷന്റെ റിസൾട്ടും ആര് പ്രഖ്യാപിക്കും? റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിക്കും. ഇൻ ദ കേസ് ഓഫ് ഈക്വൽ ഡിവിഷൻ ഓഫ് വോട്ട്, ഇമ്പോർട്ടന്റ് ആണിത്. ഇൻ ദ കേസ് ഓഫ് ഈക്വൽ ഡിവിഷൻ ഓഫ് വോട്ട്, കിട്ടിയ വോട്ട് തുല്യമാണെങ്കിൽ, ഈക്വൽ ഡിവിഷൻ ഓഫ് വോട്ട് ആണെങ്കിൽ the result shall be decided by lot to be thrown by the returning. വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് കാൻഡിഡേറ്റിന് കിട്ടിയ വോട്ട് തുല്യമാണെങ്കിൽ റിസൾട്ട് എങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന പറഞ്ഞത്? The result shall be decided by lot, നെറുക്കിട്ട് തീരുമാനിക്കും. lot to be thrown by ആരെടുക്കും? റിട്ടേണിംഗ് ഓഫീസർ തന്നെ നെറുക്കിട്ടായിരിക്കും വിജയിയെ പ്രഖ്യാപിക്കുന്നത്. ആ ലോട്ട് വളരെ ഇമ്പോർട്ടന്റ്, അല്ലാതെ ഇവിടെ കാസ്റ്റിംഗ് വോട്ടൊന്നുമില്ല. ഓക്കെ, രണ്ട് കാൻഡിഡേറ്റ് കിട്ടിയ വോട്ട് തുല്യമാണെങ്കിൽ വിജയി എങ്ങനെ പ്രഖ്യാപിക്കും? നെറുക്കിട്ട് പ്രഖ്യാപിക്കും. ആരാ നെറുക്കെടുക്കുന്നത്? ഡ്രോൺ ബൈ ദ റിട്ടേണിംഗ് ഓഫീസർ ആണ്. ദെൻ പറയുന്നുണ്ട്, പിയിൽ പറയുന്നുണ്ട്, the result of the election shall be recorded in the minutes book of the society. ഇലക്ഷന്റെ റിസൾട്ട് സംഘത്തിന്റെ മിനിറ്റ്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ആൻഡ് അറ്റസ്റ്റഡ് ബൈ ദ റിട്ടേണിംഗ് ഓഫീസർ. ആര് അറ്റസ്റ്റ് ചെയ്യും? റിട്ടേണിംഗ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യും. And shall also be notified immediately on the notice board of the society. വളരെ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സംഘത്തിന്റെ നോട്ടീസ് ബോർഡിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കും. The members so elected shall be deemed to have been elected by the general body of the society for the purpose of clause B of section 29. So അങ്ങനെ 29 പ്രകാരം 29B പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട എന്താ പറയുക മെമ്പേഴ്സ് ആയിട്ട് അവരെ കണക്കാക്കുകയും ചെയ്യും. അതായത് ആനുവൽ ജനറൽ ബോഡിയിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സ് ആയിട്ട് ആ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ കണക്കാക്കുകയും ചെയ്യും. ഓക്കെ, ദെൻ ക്യൂവിൽ പറയുന്നുണ്ട്, എ ബാലറ്റ് പേപ്പർ ഷാൾ ബി റിജക്റ്റഡ് ബൈ ദ റിട്ടേണിംഗ് ഓഫീസർ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു ബാലറ്റ് പേപ്പർ റിട്ടേണിംഗ് ഓഫീസർ റിജക്റ്റ് ചെയ്യുന്നത്, നിരസിക്കുന്നത്? ഏതൊക്കെ സാഹചര്യത്തിലാണ്? ഒന്ന്, ഇറ്റ് ബെയർസ് എനി മാർക്ക് ബൈ വിച്ച് the member who voted can be identified. വോട്ട് ചെയ്ത അംഗത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാർക്ക് ബാലറ്റ് പേപ്പറിൽ ഉണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യത്തില്ല. രണ്ട്, it does not bear the seal of the society and the initial of the returning officer. സംഘത്തിന്റെ സീലും റിട്ടേണിംഗ് ഓഫീസറിന്റെ ഇനീഷ്യലും ഇല്ല എങ്കിൽ അത് കൗണ്ട് ചെയ്യത്തില്ല. മൂന്ന്, the mark indicating the vote thereon in placed in such a manner as to make it doubtful to which candidate the vote has been cast or casted. ഏത് കാൻഡിഡേറ്റിനാണ് വോട്ട് ചെയ്തതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ആ ഒരു വോട്ടർ തന്റെ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതും എന്ത് ചെയ്യത്തില്ല? കൗണ്ട് ചെയ്യത്തില്ല. Then it bears mark for more than the number of candidates to be elected. ഇലക്ട് ചെയ്യപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ എണ്ണത്തെക്കാൾ കൂടുതൽ മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ, മാർക്ക് എന്ന് പറയുമ്പോൾ കൂടുതൽ ഇൻഡു മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യത്തില്ല? കൗണ്ട് ചെയ്യത്തില്ല.
അപ്പം ഈ സാഹചര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ബാലറ്റ് പേപ്പർ കൗണ്ട് ചെയ്യത്തില്ല. ഒന്ന്, വോട്ട് ചെയ്തയാളിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാർക്ക് ഉണ്ടെങ്കിൽ, രണ്ട്, സംഘത്തിന്റെ സീലും റിട്ടേണിംഗ് ഓഫീസറിന്റെ ഇനീഷ്യലും ഇല്ല എങ്കിൽ, മൂന്ന്, ഏത് കാൻഡിഡേറ്റിനാണ് വോട്ട് ചെയ്തതെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, നാല്, ഉള്ള കാൻഡിഡേറ്റ്സിനേക്കാൾ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ. ദെൻ 7 പറയുന്നുണ്ട്, ആഫ്റ്റർ ദ അനൗൺസ്മെന്റ് ഓഫ് ദ റിസൾട്ട് ഓഫ് ദ ഇലക്ഷൻ the returning officer shall keep the ballot paper used and unused in a sealed cover and hand them out to the secretary for safe custody. ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ വിജയിയെ പ്രഖ്യാപിച്ചു. അതിനുശേഷം റിട്ടേണിംഗ് ഓഫീസർ യൂസ്ഡ് ആൻഡ് അൺയൂസ്ഡ്, ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ ബാലറ്റ് പേപ്പർ ഒരു സീൽഡ് കവറിലാക്കി ആരെ ഏൽപ്പിക്കും? ഇമ്പോർട്ടന്റ് ആണ്. ആരെ ഏൽപ്പിക്കും? ടു ദ സെക്രട്ടറി. സെക്രട്ടറിയെ ഏൽപ്പിക്കും. ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ട്? സേഫ് കസ്റ്റഡിക്ക് വേണ്ടിയിട്ട്. ദ സെക്രട്ടറി ഷാൽ പ്രിസർവ് ദം ഫോർ, ഇമ്പോർട്ടന്റ് ആണ്, 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് അനൗൺസ്മെന്റ് ഓഫ് ദ റിസൾട്ട്. ഏത് ഡേറ്റിനാണോ റിസൾട്ട് അനൗൺസ് ചെയ്തത് ആ ഡേറ്റ് മുതൽ 3 മാസം വരെയോ. ഓക്കെ. ദെൻ അല്ല എങ്കിൽ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ, തർക്കമുണ്ടെങ്കിൽ, അതായത് ഇലക്ഷൻ സംബന്ധമായ തർക്കമുണ്ടെങ്കിൽ ആ തർക്കം പരിഹരിക്കുന്നത് വരെയോ എന്ത് ചെയ്യണം? സെക്രട്ടറി ആ ബാലറ്റ് പേപ്പർ യൂസ്ഡും അൺയൂസ്ഡും തന്റെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടതാണ്. എത്രയാണ്? ഇലക്ഷൻ കഴിഞ്ഞ വിജയിയെ പ്രഖ്യാപിച്ച ഡേറ്റ് മുതൽ 3 മാസത്തിനുള്ളിലോ, അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കുന്നത് വരെയോ ഈ ബാലറ്റ് പേപ്പറും യൂസ്ഡ് ആൻഡ് അൺയൂസ്ഡ് എന്താ പറയുക, സെക്രട്ടറി തന്റെ കൈവശം സൂക്ഷിക്കണം കേട്ടോ. അതാണ് 7 പറയുന്നത്. 8 പറയുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, the expenditure in connection with the conduct of election shall be borne by the society, which shall be limited to the norms fixed by State Cooperative Election Commission. ഒരു ഇലക്ഷൻ സംബന്ധമായ ചെലവ്, അപ്പം ആ ചെലവിനുള്ളിൽ വേണം ഇലക്ഷൻ നടത്താൻ. The expenditure in connection with the conduct of election ആര് നടത്തണം? shall be borne by the society. സൊസൈറ്റി ആണ് ഇലക്ഷൻ സംബന്ധമായ ചെലവുകൾ നടത്തേണ്ടത്. which shall be limited to the norms. ഇലക്ഷൻ ചെലവ് ആരാ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്? നോംസ് ഫിക്സഡ് ബൈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ഇത് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ഷൻ സംബന്ധമായ ചെലവുകൾ ആര് നിജപ്പെടുത്തിയിരിക്കുന്നു? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ളിൽ വേണം എന്ത് ചെയ്യാൻ? ഇലക്ഷൻ സംബന്ധമായ ചെലവ് നിർത്താൻ. ഓക്കെ. ദെൻ 9ാമത്തെ പോയിന്റ് പറയുന്നുണ്ട്, the election commission shall have powers to issue any directions or guidelines or instruction for the conduct of election in the society and also to the officers appointed to perform the election duties. അതായത് ഇലക്ഷൻ സംബന്ധമായ നിർദ്ദേശങ്ങൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം അത് സംഘത്തിനും അതുപോലെ തന്നെ ഇതിന് നിയോഗിക്കപ്പെടുന്ന ഓഫീസേഴ്സിനും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുണ്ട്. The officers appointed on election duty shall be subject to the superintendent's control and discipline of the election commission. ഇലക്ഷന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാര് ആരുടെ കൺട്രോളിലായിരിക്കും? കൺട്രോള്, സൂപ്രണ്ടൻഡൻസ് ആൻഡ് ഡിസിപ്ലിൻ ആരുടെയാണ്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും അവർ പറയുന്ന അച്ചടക്കത്തിന് വിധേയമായിട്ട് വേണം ഇലക്ഷന് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ തന്റെ കടമ നിർവഹിക്കാൻ. Then 10 പറയുന്നുണ്ട്, the rank of officers to be posted for election duty may be fixed by the election commission in consultation with the government. അതായത് ഇലക്ഷന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലെ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ റാങ്ക് എന്ന് പറയുന്നത്, പദവി എന്ന് പറയുന്നത് എന്താണ്? മേ ബി ഫിക്സഡ് ബൈ ആരാണ്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ആരുമായിട്ട് ആലോചിച്ചുകൊണ്ട്? ഗവൺമെന്റുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട് ഇതിന് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷന് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ഷൻ സംബന്ധമായിട്ടുള്ളത്. വളരെ വലിയൊരു ടോപ്പിക്കാണ്. ധാരാളം ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ് ഇലക്ഷൻ സംബന്ധമായിട്ടുള്ളത്. അതിൽ നിലവിലത്തെ കമ്മിറ്റി അവരുടെ കാലാവധി കഴിയുന്നതിന് 60 ദിവസം മുമ്പാണ് മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത്. 60 ദിവസം മുമ്പാണ്. ഓക്കെ. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഇലക്ഷൻ നടത്തണമെങ്കിൽ
സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് റിട്ടേണിംഗ് ഓഫീസറെയും ഇലക്ടറൽ ഓഫീസറെയും അപ്പോയിന്റ് ചെയ്യുന്നത്. ദെൻ ഫോം നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് 34, ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് 35, നോമിനേഷൻ പേപ്പർ 36, അക്നോളജ്മെന്റ് ഗിവൺ ബൈ ദ റിട്ടേണിംഗ് ഓഫീസർ 37, കമ്പാനിയൻ 38. പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ഇലക്ഷന് 35 ദിവസം മുമ്പാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഇലക്ഷന് 20 ദിവസം മുമ്പ്. ഒരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇലക്ഷന് കെട്ടിവെക്കേണ്ട തുക 250, SC/ST ആണെങ്കിൽ 125 രൂപ. അതുപോലെ തന്നെ 2 കാൻഡിഡേറ്റിന് കിട്ടിയ വോട്ട് തുല്യമാണെങ്കിൽ വിജയം എങ്ങനെ പ്രഖ്യാപിക്കും? ലോട്ടിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. ആര് ലോട്ട് എടുക്കും? റിട്ടേണിംഗ് ഓഫീസർ ആണ് ലോട്ടിട്ടാണ് വിജയിയെ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വിജയിയെ റിസൾട്ടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ റിട്ടേണിംഗ് ഓഫീസർ സംഘത്തിന്റെ ബുക്കിൽ മിനിറ്റ്സ് ബുക്കിൽ എൻട്രി ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയാണ്, ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ബാലറ്റ് പേപ്പർ യൂസ്ഡും അൺയൂസ്ഡും ഒരു സീൽഡ് കവറിലാക്കി റിട്ടേണിംഗ് ഓഫീസർ സെക്രട്ടറിയെ ഏൽപ്പിക്കും, സൊസൈറ്റിയുടെ സെക്രട്ടറി ഏൽപ്പിക്കും. അദ്ദേഹം 3 മാസം അല്ലെങ്കിൽ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് കഴിയുന്നത് അതുവരെ ഇത് സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ഒരു ടോപ്പിക്കാണിത്. നല്ലതുപോലെ ക്ലാസ് കേൾക്കുക, സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.